രാജമൗലിയുടെ ഈച്ച കണ്ട് ഇൻസ്പയർ ആയി എടുത്തു വന്നപ്പോ കക്കൂസിലിരിക്കണ ഈച്ചായി പോയ പടമാണ് ലവ്ലി. ബേസിക്കലി കുട്ടികൾക്കുള്ള പടമാണെന്ന് പറഞ്ഞ് ഇറക്കിയ ഈ പടത്തിന്റെ കോർ തീംസ് ആണ് അവിഹിതം, കോണ്ടം, കക്കൂസ്, സൂയിസൈഡ്, റേപ്പ് എന്നിവ. കുട്ടികളും കൊണ്ട് തിയേറ്ററിൽ പോയി പെട്ടവരോ പെട്ടു. വീട്ടിലിരുന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു ഡിസ്ക്ലൈമർ, ദിസ് വീഡിയോ ഈസ് 18+. ഈ പടം 18+ അല്ലെങ്കിലും. സോ ഈ പടം തുടങ്ങുന്നത് തന്നെ കാനഡയിൽ പോകാൻ വേണ്ടി കണ്ണി കണ്ട പൊന്തയിൽ കാട് വിട്ട് നടക്കണം ഒരു വെടല ചെറുക്കം മാത്യുവിന്റെ ബോണിനെ കാണിച്ചുകൊണ്ടാണ്. ഇവന്റെ വീട്ടുകാർക്ക് ഇവന് LD ക്ലർക്ക് ആവണമെന്നാണ്. പക്ഷെ ഇവന് കാട് വെട്ടി കാനഡയിൽ പോകാനാണ് ഇഷ്ടം. രണ്ടിലും കാ ഉണ്ടല്ലോ ഏത്. പക്ഷെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ഇവൻ പെട്ടെന്ന് ഒരു ദിവസം PSC പാസ്സായി ഇലക്ട്രിസിറ്റി ബോർഡിൽ കയറും. അവിടെ ഉള്ളവന്റെ ഒരു സീനിയർ ആണ് പൂവൻ ഷൈൻ. ആൾക്കൊരു ലൈനുണ്ട് പെഡഗ്രേസ്. സംഭവം ഇവർ രണ്ടൊരു ലൈൻ അടിച്ച് നടക്കണവരാണ്. അതിലിപ്പോ എന്താ കുഴപ്പമെന്ന് തോന്നും, പ്രശ്നമൊന്നുമില്ല. ലവൾക്ക് വേറൊരു ഭർത്താവുണ്ട്, അത്ര. പിന്നെ അങ്ങോട്ട് ഈ പടത്തിൽ മുഴുവൻ കടിമൂത്ത ഈ പൂവൻ ഷൈന്റെയും പെട കിട്ടേണ്ട ഈ പെട ഗ്രേസിന്റെയും കമ്പി കഥകളാണ്. ഈ ഷൈനെ എവിടെ വെച്ച് കണ്ടാലും ഈ പെട ഗ്രേസിന് കടിമീറ്റർ കയറി ചാർജ് ആവും അത്രേ. സ്വസ്ഥമായിട്ട് ആ ചങ്ങായിനൊന്ന് കുളിക്കാൻ പോലും ഈ മാട് വിടൂല. അപ്പോഴേക്ക് വരും കുബ്രിക്കിന്റെ ഷൈനിങ്ങിലെ പോലെ ഷൈന്റെ ഷൈനിങ് കാണുന്ന പറഞ്ഞിട്ട് കഥകം പൊളിച്ച്. ആരോ യസ്മയ്ക്ക് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റ് ഒക്കെ എടുത്തോണ്ട് വന്ന് തിയേറ്ററിൽ ഇട്ടാ ഇങ്ങനെ ഇരിക്കും. കുട്ടികളെ കൊണ്ട് വന്നവർക്ക് കുട്ടികൾ ഉണ്ടാവണം എങ്ങനെയെന്ന് കാണിച്ചു കൊടുത്തൊരു കൊച്ചു പുസ്തക പടം. എനിക്ക് കടിക്കാൻ തോന്നുന്നു. ഈ കടിമൂത്ത് പെടഗ്രേസ് ഒരിക്കൽ ഷൈനെ കാണാൻ വേണ്ടി അവന്റെ ഓഫീസിൽ വന്നപ്പോൾ അബദ്ധത്തിൽ അവളുടെ ബാഗിന്റെ സിബ് തുറന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു കോണ്ടം പാക്കറ്റ് തെറിച്ചു വീഴും. നമ്മുടെ ബോണിയാണെങ്കിലോ അതെടുത്ത് അവൾക്ക് അപ്പൊ തന്നെ തിരിച്ചു കൊടുക്കും. പക്ഷെ ഇത് കണ്ടു നിന്ന് നാട്ടുകാർ മൊത്തം പരസ്യമായി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞു ഇവൻ അപ്പൊ തന്നെ നാട്ടുകാരെ പിടിച്ച് ജയിലിടും. നീ കോണ്ടം കൊടുത്തോ? 14 ദിവസം റിമാൻഡ്. യെസ്, ലോകത്ത് ആദ്യമായി കോണ്ടം കൊടുത്ത് ജയിലിൽ പോകേണ്ടി വന്ന ഒരു മഹത്തായ സന്താനം. ഈ ജയിലിനകത്താണെങ്കിലോ KSRTCയിൽ ഇരുന്ന് കമ്പി പൊക്കി കാണിച്ചവരും വന്ദേ ഭാരതിൽ ഇരുന്ന് മുണ്ട് പൊക്കി കാണിച്ചവനും ഒക്കെ ഉണ്ട്. ജയിലിന് പുറത്ത് വിമാനം മുഴുവൻ മാലിട്ട് സ്വീകരിക്കാൻ വേറെ കുറെ മൊയന്തുകളും. അത് അങ്ങനെ ഒരു യൂണിവേഴ്സ്. ആൻഡ് ഇവരാരും കൂടാതെ ആ ജയിലിനകത്ത് വേറൊരു നൊട്ടോറിയസ് ക്രിമിനലും ആളുടെ ഗ്യാങ്ങും ഉണ്ട്. സാക്ഷാൽ വടക്കോട്ട് സൈമന്റെ ഗ്യാങ്. ബീജവും ഇട്ട് സബ് ജയിലിൽ കൂടെ സ്ലോ മോഷനിൽ നടന്നു വരുന്നത് കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ആരെങ്കിലൊക്കെ പഞ്ഞിക്കിടാൻ വരുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. ഇത്രയും കൊണമാസ് കാണിച്ച് മൂപ്പര് വന്നത് കക്കൂസിൽ പോകാനാണ് അത്രേ. ആൻഡ് ഈ ബോണിനെ ജയിലിലാക്കിയ മനോജ് കെ ജയന്റെ ഒരു മജിസ്ട്രേറ്റ് ഉണ്ട്. ഈ പടത്തിൽ മൂപ്പരുടെ പണി ഫുൾ ടൈം ഇരുന്ന് തിന്നുക. അതേപോലെ ഈ പടത്തിൽ ബാബുരാജിന്റെ പണിയോ ഫുൾ ടൈം ഇരുന്ന് തൂറുക. സോ ഇവര് തിന്നാ തൂറുക ഇത് തന്നെ കാണിച്ചിട്ട് ഒരു 1.5 മണിക്കൂർ പടത്തിന്റെ അങ്ങനെ പോകും. അങ്ങനെ ഡെയിലി രാവിലെ 8:30 ബാബു ഏട്ടന്റെ ഈ കക്കൂസ് ജാഥ കഴിയുമ്പോഴാണ് ആള് സെർവ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് തിന്നാനായി ഈ പടത്തിലെ കഥാനായിക മണിയനീച്ച വരിക. അപരാധപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ചു വന്ന മണിയനീച്ച നമ്മുടെ ബോണിനെ കണ്ടുമുട്ടിയതും പിന്നെ അങ്ങോട്ട് അതിന്റെ അപരാധങ്ങളാണ് മുഴുവൻ. പിന്നെ നിനക്ക് ഞാൻ എന്താ ഡാൻസ് കളിക്കുന്നതായിട്ടാണോ തോന്നുന്നത്? ബോണി ബേബി ബോണി, യു ആർ സോ ഹണി ബോണി. അങ്ങനെ കൊണയടിച്ച് ബോണിയും ഈച്ചയും ലവ് ആവും. അതിന്റെ അടിയിൽ ഈച്ചയുടെ കുറച്ച് ഫ്ലാഷ് ബാക്ക് ഒക്കെ പറയും. സംഭവമൊന്നുമില്ല. ഈ ജയിലിൽ തന്നെ ജനിച്ചു വളർന്നതാണ് ഇത്രയും നമ്മുടെ മണിയനീച്ച. ലവൾക്ക് ഒരു അമ്മ ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ജയിലറുടെ കൊതുക് പറ്റിപ്പെട്ട് അമ്മ അൽഫാം ആവണത് കണ്ട ട്രോമയിലാണ് അത്രേ ഈ ഈച്ച ജയിൽ വിട്ട് പുറത്തു പോകാണ്ട് അവിടെ തന്നെ കടന്ന് കറങ്ങണത്. പിന്നെ വേറൊരു കാരണം, പുറത്ത് പോയ വല്ല ഭക്ഷണം അന്വേഷിച്ച് നടക്കണം. ഇവിടെ ആകുമ്പോൾ അന്വേഷിച്ച് നടക്കേണ്ടെന്ന് ആവശ്യമില്ല. ഒന്നുവിധം 3 നേരം ബാബുവേട്ടൻ ഇട്ട് കൊടുക്കുമല്ലോ ആവശ്യമുള്ളത്. ഏത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഈച്ചയുടെ കഞ്ഞി പാറ്റിയിടാൻ വേണ്ടി വടക്കോട്ട് സൈമനെ തീർക്കാൻ വേറൊരു ഗുണ്ടയെ തെക്കോട്ട് ഷിബു വരിക. സോ സൈമൺ ചത്ത പട്ടനാവോലോ എന്ന് പറഞ്ഞ് ഈ ഈച്ച ഈ കാര്യം പോയി ബോണിയോട് പറയും. അവൻ പോയി അയാളോട് പറയും. പിന്നെ അവിടെ മരണടി നടക്കും നമ്മൾ വിചാരിക്കുമ്പോ ഇവന്മാരൊക്കെ കൂടി നിന്ന് അവിടെ തിരുവാതിര കളിക്കും. ബോംബെ ഷിബു അല്ല, സാധാ ഷിബു. അങ്ങനെ ആ തിരുവാതിര കളിയിൽ തോറ്റ് തെക്കോട്ട് ഷിബുവിനെ തെക്കോട്ടെടുത്തപ്പോ സൈമണെ സഹായിച്ചു എന്ന് പറഞ്ഞ് മൂപ്പര് നമ്മുടെ ബോണിനും കൊണ്ട് പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു കൊടുക്കും. എന്തായാലും ഒരു സംഘർഷമൊക്കെ കഴിഞ്ഞല്ലേ. ഇനി സ്വല്പ നേരം നമ്മുടെ മണിയൻ ഈച്ചയുടെ ഒരു കവിത കേൾക്കാം. പഴമായി മതിയായി കറുമുറമുരിയാൻ കൊതിയായി പഴമായി മതിയായി. എന്താ തോന്നുന്നു എന്റെ പാട്ട് കേട്ടിട്ട്? അങ്ങനെ ബോണി ഈച്ചയെ ആ ജയിലിനകത്ത് സന്തുഷ്ടമായി ജീവിക്കുമ്പോഴാണ് ആ സംഭവം നടക്കുക. ലവന് ജാമ്യം കിട്ടും. പണ്ടാറടങ്ങാൻ രക്ഷപ്പെട്ടു. ഇനി അതിന്റെ കൊണ കേൾക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഈ പടം കണ്ടോണ്ടിരുന്ന നമ്മള് സമാധാനിച്ചിരുന്നപ്പോ പുറത്തിറങ്ങിയ ബോണിക്ക് അതിന്റെ കൊണയില്ലാണ്ട് ഉറക്കം വരുന്നില്ല അത്ര.
അങ്ങനെ ഈ ഈച്ചയുടെ വെറുപ്പിക്കൽ കേൾക്കാണ്ട് ഡിപ്രഷൻ അടിച്ചു നിന്ന ബോണി ഡെയിലി സബ് ജയിലിന് മുന്നിൽ പോയി നിൽക്കുന്നത് മലയുടെ മേലെ നിന്ന് ചാടി ചാവാൻ നോക്കണമെന്നൊക്കെ കണ്ടിട്ട് ഇവന്റെ കൂട്ടുകാർ എന്ത് ചെയ്യും, അവന് പിന്നെയും ജയിലിൽ കയറാൻ ഓരോരോ വഴി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ആദ്യം അവന്മാർ പറയും റോട്ടി കൂടെ പോണ ആരെങ്കിലും പിടിച്ച് തല്ലി, അപ്പൊ അവര് പിടിച്ച് ജയിലിലിടുന്നു, അത് ഫ്ലോപ്പ് ആവും. പിന്നെ അവന്മാർ പറയും ആദ്യം നിന്നെ കോണ്ടം കൊടുത്തു എന്ന് പറഞ്ഞ് അകത്താക്കിയില്ലേ ഒരു ഗ്രേസ് ചേച്ചി, അതിന് പോയി പീഡിപ്പിക്കും, അപ്പൊ അവര് പിടിച്ച് ജയിലിലെടുത്ത് പറയും. ഞാൻ പറഞ്ഞത് എനിക്ക് ജയിലിൽ പോയ ഐഡിയ കേട്ടാ. മറ്റേ ഈ കോണ്ടം കൊടുത്ത് പീഡിപ്പിച്ച വനിതയില്ലേ, അവളെ നീ ശരിക്കും അങ്ങോട്ട് പീഡിപ്പിക്കും. സബ് ജയിലല്ല സെൻട്രൽ ജയിലിൽ പോയി കിടക്കാൻ. അയ്യന്റെ മക്കളെ നല്ല കൂട്ടുകാർ ഫ്രണ്ട്സ് ആയ ഇങ്ങനെ തന്നെ വേണം. ബൈ ദ ബൈ പ്ലീസ് നോട്ട്, കുട്ടികൾക്കുള്ള പടാണേ ഏത്. അങ്ങനെ കൂട്ടുകാരുടെ വാക്കും കേട്ട് ബോണി റേപ്പ് ചെയ്യാൻ പോയപ്പോഴാണ് ഈ പൂവനും പടയും കൂടി പ്ലക്കാൻ പോകുന്നത് കാണുക. തുടിക്ക പ്ലക്കണം. അങ്ങനെ എല്ലാ വഴിയും ചീറ്റ് ചെയ്തോടുകൂടി ജയിലിൽ പോകാൻ പറ്റാണ്ട് ഡിപ്രഷൻ അടിച്ച് ഇല്ലാത്ത കാട് മുഴുവൻ നമ്മുടെ ബോണി വെട്ടി നടക്കുമ്പോഴാണ് ഇവൻ അന്വേഷിച്ച് ജയിലിൽ ചടി ആ ഈച്ച വരും. ബോണി I missed you, lovely. I miss you, I miss you, I miss you. Hey, silly boy. Come on, കരയില്ലേ. അങ്ങനെ ബോണി അന്വേഷിച്ച് ജീവിത പങ്കാളിയായി ഈച്ച വന്നതോടുകൂടി അതിന് പിടിച്ച് റേഷൻ കാർഡിൽ പേരും കയറ്റി അതിന് ഇവന്റെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കും. പിന്നെ 10 മാസങ്ങൾക്ക് ശേഷമുള്ള എന്റെ ക്രെഡിറ്റ് ബോണിക്കും മണിയനും കൂടി ഒരു കുട്ടി ജനിക്കും. അവരതിനെ ബെനി എന്നും പേരിടും. അതോടുകൂടി ആ സന്തുഷ്ട കുടുംബം സുഖമായി ജീവിക്കും. ശുഭം. ആൻഡ് ബൈ ദ ബൈ മറ്റേ കാര്യം മറക്കണ്ട, കുട്ടികൾക്കുള്ള പടാണ് ഏത്.